ഹായ് ഓൾ, നമുക്ക് ഒരുപാട് ഫോഴ്സുകളെ കുറിച്ച് അറിയാം അല്ലേ? സോ അതില് 4 ഫോഴ്സുകൾ നമ്മൾ ഫണ്ടമെന്റൽ ഫോഴ്സ് എന്ന് വിളിക്കും. എന്താണ് 4 പേരെ മാത്രം ഫണ്ടമെന്റൽ വിളിക്കാൻ കാരണം? ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഇന്ററാക്ഷൻസിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ആ 4 പേരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അറിയോ? ഫണ്ടമെന്റൽ ഫോഴ്സ് എന്ന് പറയും. യൂണിവേഴ്സിൽ നടക്കുന്ന എല്ലാ ഇന്ററാക്ഷൻസും നമുക്ക് ഈ ഫോഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ആരൊക്കെയാണ് 4 പേർ? അതിൽ ആദ്യത്തെ ആൾ നിങ്ങൾക്ക് അറിയാം, അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആരൊക്കെ തമ്മിലുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? മാസ് ഉള്ള 2 ഒബ്ജക്റ്റ് തമ്മിലുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് എർത്ത് നമ്മളെ അട്രാക്ട് നമുക്ക് ഭൂമിയിൽ നിൽക്കാൻ കഴിയുന്നത്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ് മൂണും എർത്തും തമ്മിലുള്ളത്, അതുപോലെ തന്നെ സണ്ണും മൂണും തമ്മിലുള്ളത്, സണ്ണും എർത്തും തമ്മിലുള്ളത്. ഈ യൂണിവേഴ്സിലെ മാസ് ഉള്ള എല്ലാ ഒബ്ജക്റ്റ് തമ്മിലുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് നമ്മുടെ 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളിൽ വെച്ച് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ്. പക്ഷെ ഇത് തന്നെയാണ് ഏറ്റവും ലാർജസ്റ്റ് റേഞ്ച് ഉള്ള ഫോഴ്സും. ഈ യൂണിവേഴ്സിലെ എത്ര ദൂരെയുള്ള ഒബ്ജക്റ്റ് തമ്മിലാണെങ്കിലും അവിടെ എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഫണ്ടമെന്റൽ ഫോഴ്സിൽ ആദ്യത്തെ ആളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. രണ്ടാമത്തെ ആളുടെ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. നമുക്കറിയാം അല്ലെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് പറഞ്ഞാല്? അത് ബേസിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. അട്രാക്ഷനും റിപ്പൽഷനും ആണ്. ചാർജ് പാർട്ടിക്കിൾസ് ആരൊക്കെയാണ്? നമുക്ക് പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളും ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളും ഉണ്ട് അല്ലെ. പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളും പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളും സിമിലർ പാർട്ടിക്കിൾസ് എടുത്ത് വന്നാൽ റിപ്പൽഷൻ ഉണ്ടാവും. നെഗറ്റീവ് വന്നാലും അതും സിമിലർ തന്നെയാണ്, റിപ്പൽഷൻ ഉണ്ടാവുക. പക്ഷെ പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ അവിടെ അട്രാക്ഷൻ ഉണ്ടാവും. സോ ചാർജ് പാർട്ടിക്കിൾ തമ്മിലുള്ള ആ ഫോഴ്സ് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഈ ചാർജ് ഫോഴ്സ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് തന്നെയാണ് മാഗ്നറ്റിക് ഫിനോമിനയും ബേസ്. അതുകൊണ്ടാണ് ഈ ഫോഴ്സിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ഫോഴ്സ് ആണ് നമ്മുടെ മൂന്നാമത്തെ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. വളരെ അത്ഭുതകരമായിട്ടൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ അകത്താണ് പ്രോട്ടോൺസുകൾ ഇരിക്കുന്നത് അല്ലെ. അതിനകത്ത് തന്നെ ന്യൂട്രോണും ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. ഈ പോസിറ്റീവ് ചാർജിലെ പ്രോട്ടോണിന്റെ അടുത്തേക്കാണ് മറ്റൊരു പ്രോട്ടോൺ വരുന്നത്. സോ 2 സിമിലർ ചാർജ് ആളുകൾ അടുത്ത് വന്നു. അവർ തമ്മിൽ എന്തുണ്ടാവും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാവും. ഇതിനെ ഓവർകം ചെയ്യണം. സോ 2 പോസിറ്റീവ് ചാർജുകളെ പിടിച്ചു വെക്കാൻ കഴിയുന്ന ചാർജ് ഇൻഡിപെൻഡന്റ് ആയ ഒരു സ്ട്രോങ് ഫോഴ്സ് വേണം. അതാണ് നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ന്യൂക്ലിയർ ഫോഴ്സ് ആണ് പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ അകത്ത് പിടിച്ചിരുന്നത്, ബൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനേക്കാൾ സ്ട്രോങ് ആണ്. അതിന്റെ പ്രശ്നം, അതിന്റെ റേഞ്ച് ഭയങ്കര കുറവാണ്. ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഫോഴ്സ് ആരാ? നാലാമത്തെ ഫോഴ്സിന്റെ പേരാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സ് തന്നെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. നമുക്കറിയാം, എല്ലാ ന്യൂക്ലിയസും സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് ശ്രമിക്കുക അല്ലെ. അപ്പൊ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആവാനുള്ള പ്രോസസ്സാണ് റേഡിയോ ആക്ടിവിറ്റി. അതിലൊരു ആക്ടിവിറ്റിയാണ് ബീറ്റാ ഡികെ. ബീറ്റാ ഡികെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയസ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്തിട്ട് സ്റ്റേബിൾ ആകുന്ന പ്രോസസ്സാണ്. സോ അങ്ങനെ സ്റ്റേബിൾ ആകാൻ ബീറ്റാ ഡികെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ആ പ്രോസസ്സിന് റെസ്പോൺസിബിൾ ആയുള്ള ഫോഴ്സിന്റെ പേരാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇങ്ങനെ 4 ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ ഇവർ 4 പേരെയും വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ ദ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഇൻ നേച്ചർ. സോ ദാറ്റ്സ് ഓൾ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഇസ് ശബരി ശ്രീനിവാസ് സൈനിങ് ഓഫ്.